ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്കും സുഖം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഫുഡ് റെസിപ്പിയുമായിട്ടല്ല കേട്ടോ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഒറ്റമൂലിയുമായിട്ടാണ്. മൂത്രത്തിൽ കല്ല് കാരണം ബുദ്ധിമുട്ടുന്ന ധാരാളം പേരുണ്ട്. അവർക്ക് ഉപകാരമാകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുമെന്ന് കരുതിയാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അധികം വലിച്ചു നീട്ടാതെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഞാൻ 35ഓളം ബീൻസ് ആണ് എടുത്തിട്ടുള്ളത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീൻസ് തന്നെ എടുക്കണം. ഇനി ഇതിന്റെ സൈഡിലുള്ള നാരൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. നമ്മുടെ ഷോപ്പിൽ വരുന്ന ഒരു കസ്റ്റമർ ആണ് കേട്ടോ ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നത്. കുടിച്ചിട്ട് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഒരാൾക്കെങ്കിലും ഉപകാരമാകുമല്ലോ എന്ന് കരുതിയാണ് കേട്ടോ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് ഉണ്ടാക്കാനായിട്ട് ആകെ കുറച്ച് ബീൻസ് മാത്രം മതി. അധികം നമ്മളുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഒരു ഐറ്റം ആണല്ലോ ബീൻസ്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാനായിട്ടും എളുപ്പമാണ്. അപ്പോൾ ഇതാ എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കുക്കറാണ്. ഈ കുക്കറിലേക്ക് ബീൻസ് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം. കുക്കർ തന്നെ വേണമെന്നില്ല, ഇത് പെട്ടെന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ കുക്കറിലിട്ടത്. ഇതിപ്പോ ഞാൻ ആക്കുന്നത് ഷോപ്പിലുള്ള ആൾക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തതാണ്. അവർക്കിത് കുടിച്ച പിറ്റേന്ന് തന്നെ കല്ല് തെറിച്ചു പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം. വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ ബീൻസിന്റെ മുകളിൽ വരുന്ന വിധത്തിൽ വേണം വെള്ളമൊഴിച്ചു കൊടുക്കാൻ. ശേഷം കുക്കറിന്റെ മൂടിയിട്ട് 4 വിസിലാണ് അടുപ്പിച്ചെടുക്കേണ്ടത്. ബീൻസ് നന്നായി തന്നെ വെന്ത് കിട്ടണം കേട്ടോ. ശേഷം കുക്കറിന്റെ പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പ്രഷർ പോയ ശേഷം കുക്കർ തുറന്നു നോക്കാം. അപ്പോൾ ഇത് ബീൻസ് നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇത് തണുക്കാനായി വെക്കാം. ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്താൽ റിസൾട്ട് ഉറപ്പാണ് കേട്ടോ. മൂത്രത്തിലെ കല്ലുള്ളവര് ധാരാളം വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് തണുത്ത ശേഷം ജ്യൂസ് ജാറിലേക്ക് ബീൻസും ഇത് വേവിച്ച വെള്ളവും ഒഴിച്ചു കൊടുക്കാം. വേവിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിന്റെ വേദന അനുഭവിച്ചവർക്ക് മാത്രമേ ഇതിന്റെ ബുദ്ധിമുട്ട് അറിയൂ. ഡോക്ടറെ കാണുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. സൈഡ് എഫക്റ്റ് ആയി വരാനുള്ളതൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇത് കുടിച്ചവരൊക്കെ ഫലം കണ്ടതാണ് കേട്ടോ. അപ്പൊ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാൻ ഇതിനു വേണ്ടി കുറെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നും എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അധികവും ഗൾഫിലുള്ളവർക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ട് കൂടുതലായി ഉണ്ടാകുന്നത്. അവിടെയൊക്കെ ഡോക്ടറെ കാണിക്കാനും അവർക്ക് നല്ല പ്രയാസമായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വലിയൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് 750 ml ആണ് കേട്ടോ ഉള്ളത്. ഇത് ഫുള്ളായി കുടിച്ച് തീർക്കലാണ് ടാസ്ക് ആയിട്ടുള്ളത്. ഒറ്റയടിക്ക് കുടിച്ച് തീർക്കണം. ഇനി ഇത് കുടിച്ച ശേഷം 1 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ 2 ലിറ്റർ വെള്ളം കൂടി കുടിച്ചു തീർക്കണം. ഈ പറഞ്ഞതുപോലെ ചെയ്താല് ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാണ്, കല്ല് തെറിച്ചു പോകും. ഇതിനെക്കുറിച്ച് കൂടുതലായി പറയാൻ എനിക്കറിയില്ല കേട്ടോ. ചെയ്തു നോക്കിയിട്ട് സക്സസ് ആയതുകൊണ്ട് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇപ്പോൾ ഹൈപ്പ് എന്ന പുതിയൊരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതുകൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് ഒരു വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്